വെൽക്കം ടു ഷാസ് പ്രോപ്പർട്ടീസ്. ഇന്ന് നമ്മളുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാം ലാൻഡിലാണ്. ഒരു ഫാം ലാൻഡ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ കേരളത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പൊ അതില് ഫാം ലാൻഡിന് എത്രമാത്രം പ്രയോറിറ്റി കൊടുക്കാം? ഫാം ലാൻഡ് പ്രയോറിറ്റി പറയുകയാണെങ്കിൽ, കാരണം ഒരു എത്ര തന്നെ ബിൽഡിങ്സും എന്ത് തന്നെ ഫ്ലാറ്റും അതിനുള്ളിൽ എന്ത് തന്നെ ചെയ്താലും ഫാം ലാൻഡ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. സ്വന്തമായിട്ടൊരു ഫാം ലാൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത്. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് എന്തുമാത്രം ബെനിഫിറ്റ് കിട്ടും? ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെക്കാളും പറയാനുള്ളത് പറഞ്ഞാൽ ഹെൽത്ത് വൈസ് ആയിട്ടാണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ ഒരു 4-4.5 വർഷം മുമ്പ് എൻ്റെ ഒരു ക്ലയന്റിന് എടുത്തു കൊടുത്ത ഒരു പ്രോപ്പർട്ടിക്കകത്താണ് ഞാനിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കാരണം അന്ന് എടുക്കുമ്പോൾ ഇതിനകത്തൊരു കുറച്ച് തെങ്ങുകളും ഒരു റിവർ സൈഡും കൂടെയാണ് പ്രോപ്പർട്ടി ഉള്ളത്. പക്ഷെ അങ്ങനെ ഇപ്പൊ റീസെന്റ് ഞാൻ പോയി കണ്ടപ്പോ അങ്ങനെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ അതേ ചോദ്യം അങ്ങനെ ചോദിച്ചപ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആൾക്ക് ഹെൽത്ത് ആണ് ആൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. കാരണം അങ്ങനെ കൊച്ചിയിൽ വലിയൊരു സ്ഥാപനം, അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, നല്ല ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ പോലും എല്ലാ വീക്കെൻഡിലും കൊച്ചിയിൽ നിന്നും ഇത്ര ദൂരം വന്ന് അങ്ങനെ ഈ സ്ഥലത്തിന് ഇതിനകത്ത് ഐ തിങ്ക് ഒരു 100-150 വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ട്രീ തന്നെ അങ്ങനെ സ്വന്തമായി പ്ലാന്റ് ചെയ്ത്, ജസ്റ്റ് ആലോചിച്ച് നോക്ക്, നമ്മളൊരു ഭൂമി പ്രോപ്പർട്ടി വാങ്ങിച്ച് അത് മണ്ണിൽ ഒരു കൃഷി ചെയ്ത് ഒരു ഫ്രൂട്ട്സിന്റെ മരം വെച്ച് നമ്മൾ അതിൽ നിന്നും ഒരു ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്ന ഒരു ഫീല് നിങ്ങളൊരു കടയിൽ പോയി പർച്ചേസ് ചെയ്താൽ കിട്ടുമോ? അത് ചിലത് ചോദിച്ചാൽ നമുക്കൊരു ഹെൽത്ത് ഭയങ്കരമായിട്ട് അതിനകത്ത് ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഡിസീസസ് ഒന്നും അങ്ങനെ ഇല്ല, ഭയങ്കര ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് കൊടുത്തപ്പോ ഇങ്ങനൊരു സാധനമാണോ നമ്മൾ കൊടുക്കുന്നത്? അപ്പൊ ഫിനാൻഷ്യൽ ചോദിച്ചാൽ ആസ് ഇറ്റ് ഈസ് ഒരു വ്യക്തി എത്ര തന്നെ കഴിക്കും? അതിനകത്ത് വെക്കുന്ന ട്രീസിനകത്ത് നിന്ന് ഇപ്പൊ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയാണെങ്കിൽ എത്ര തന്നെ എടുക്കും? ബാക്കിയുള്ള സോൾഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളോ നമ്മുടെ റിലേറ്റീവ്സിനോ ഓർഗാനിക് ആയിട്ട് ഒരു സാധനം ചെയ്ത് കൊടുക്കാതാ. ഇതൊരു ചെറിയൊരു 2-2.5 ഏക്കറൊക്കെ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് അങ്ങനെ മാക്സിമം ഇതിനകത്ത് വെച്ച് യൂട്ടിലൈസ് ചെയ്തിട്ട് അയാള് ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാം ലാൻഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് സാർ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത്. അപ്പൊ നമുക്കതില് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഹെൽത്ത് ബെനിഫിറ്റ്സ് ആക്കാൻ കൂടുതൽ ഒന്നുമില്ല, എന്നാലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ചോദിച്ചപ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാല്, കാരണം ഞാനൊരു 15 വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിനകത്തുണ്ട്. നോക്കുമ്പോൾ ഫാം ലാൻഡ് അന്ന് മുതലേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫാം ലാൻഡ്സ് കുറെ കസ്റ്റമർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ കൊച്ചിയല്ല, ബാംഗ്ലൂർ, ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കസ്റ്റമർക്ക് നമ്മൾ എടുത്തു കൊടുത്തിട്ടുള്ളൂ. അന്നത്തെ പ്രൈസും ഇന്നത്തെ പ്രൈസും വളരെ ഡിഫറൻസ് ഉണ്ട്. കാരണം അന്നത്തെ പ്രൈസിൽ ഒരിക്കലും തന്നെ ഫാം ലാൻഡ്സ് ഇന്ന് കിട്ടാനില്ല. പ്ലസ് ഫാം ലാൻഡിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരണം. കാരണം കുറെ ബിൽഡിങ്സും കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കുറച്ച് കൂടുതൽ ഏരിയ, കാരണം അത് കിട്ടാന്, കാരണം അതന്നെ നിങ്ങൾ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്താൽ മേ ബി ഒരു 2-3 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ വീണ്ടും അപ്രിസിയേഷൻസ് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത്. കാരണം ഫാം ലാൻഡില് ഏരിയ കൂടുതലുണ്ടല്ലോ. മറ്റേത് ബിൽഡിങ്സ് എല്ലാം സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഏക്കർ കണക്കിനുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെ എനിക്ക് വലിയൊരു പ്രോഫിറ്റ് അതിനകത്ത് കിട്ടാൻ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. പിന്നെ അതിനകത്ത് നിങ്ങൾ എങ്ങനെ കൾട്ടിവേഷൻസും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത് വേണമെങ്കിൽ മോഡേൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബെനിഫിറ്റ്സ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പലരും അത് എനിക്ക് ഫിനാൻഷ്യലി വേണ്ട, ഹെൽത്തി മതി, ജസ്റ്റ് എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സ്ഥലമാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് പോകുന്നതും. അത് ഡിപ്പെൻസ് എങ്ങനെയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഫാം ലാൻഡിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരികയാന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ കേരളത്തില് ഫാം ലാൻഡ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബയ്യർക്ക് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് എവിടെയൊക്കെയാണ് നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്നത്? ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ബോർഡർ ആയിട്ടുള്ള വാളയാർ തൊട്ട് നോക്കുകയാണെങ്കിൽ വാളയാർ ഒരു ലൊക്കേഷനാണ്, വേലന്താളം ഒരു ലൊക്കേഷനാണ്, ദെൻ കൊഴിഞ്ഞാമ്പാറ ഒരു ലൊക്കേഷനാണ്, ചിറ്റൂർ ഒരു ലൊക്കേഷനാണ്, ചമ്മനാമ്പതി ഒരു ലൊക്കേഷനാണ്, കൊല്ലംകോട് ഒരു സിറ്റുവേഷനാണ്. എന്താ പറഞ്ഞാല് ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വാളയാർ തുടങ്ങി ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റേഴ്സ് റേഡിയസിൽ വരെ ഈ ബോർഡർ കംപ്ലീറ്റ്ലി ഫാം ലാൻഡ്സ് ആണ്. അതിലിപ്പോ ചെറുതും വലുതുമായിട്ടുള്ള കുറെ ആൾക്കാർ വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ട്.
കാരണം അതൊരു ലൊക്കേഷൻ ഉള്ളതിൽ ബെസ്റ്റ്. കാരണം ആക്സസിബിലിറ്റി, ഈ ബോർഡർ ആണെങ്കിൽ എന്താ പറഞ്ഞാൽ നമുക്ക് ഹൈവേ എന്നുള്ള നാഷണൽ ഹൈവേ എന്നുള്ള ആക്സസിബിലിറ്റി ഉണ്ട്. അതേപോലെ മീനാക്ഷിപുരം മാസിൽ നോക്കുന്ന പുതിയ റോഡുകളും കാര്യങ്ങളും വരുന്നതുകൊണ്ട് പെട്ടെന്ന് വന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഒക്കെ റോഡ് പഴയതിനെക്കാളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വന്നു പോകാനാണ് പലരും നോക്കാറ്. പക്ഷെ അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ലൊക്കേഷൻസും ഇത് തന്നെയായിരിക്കും. കാരണം മണ്ണ് കൊണ്ട് നല്ല സോയിൽസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ വാട്ടർ അവൈലബിലിറ്റിയും കൃഷി, വെള്ളം കയറില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇപ്പോ വെള്ളത്തിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ പല സ്ഥലത്തും ഫ്ലഡൊക്കെ അനുഭവിച്ചല്ലോ. പക്ഷെ അതുപോലെ ഇവിടെ വരില്ല. കാരണം ഇവിടെ കുറച്ച് ഹൈറ്റുള്ള ലൊക്കേഷൻസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്താണ് കൃഷി നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നോക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടു നടത്താനും പറ്റും. എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലൊക്കേഷൻസ് ആണ്. സർ, അങ്ങനെ ഒരു ബയ്യർക്ക് ഇതിന്റെ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? പലരും ഫാം ലാൻഡ് എടുക്കുമ്പോൾ മെയിന്റനൻസ് എന്ന് പറഞ്ഞ സംഭവം ഒരു വലിയൊരു ടെൻഷൻ പിടിച്ചൊരു പരിപാടി ആയതുകൊണ്ടാണ് പലരും ഫാം ലാൻഡ് വേണ്ട, എനിക്ക് ഇത്രയും ലാൻഡ് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഈ തോട്ടത്തിൽ അങ്ങനെ ചെയ്തില്ല. പക്ഷെ വേറെ കുറെ തോട്ടങ്ങൾ കൊടുത്തതിനകത്ത് ഇന്ന് ഒരുപാട് ടെക്നോളജി അതിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ ടെക്നോളജിയുടെ കാലത്തല്ലേ. ശരിക്കും പലരും ഇപ്പൊ റീസെന്റ് ഇപ്പം നമ്മൾ കൊടുത്തൊരു തോട്ടത്തിനകത്ത് ഓണർ ചെന്നൈയിലാണ്. പക്ഷെ ആള് ഇവിടെ കംപ്ലീറ്റ് ഇറിഗേഷനൊക്കെ ക്ലീൻ ആയിട്ടാണ് മൊബൈലിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്തിട്ട് നനയ്ക്കുന്നുണ്ട്. അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ആ തോട്ടത്തിനകത്ത് ഒരാള് എൻട്രി ചെയ്താൽ അങ്ങനെ മെസ്സേജ് വരും. വിത്ത് ക്യാമറ സർവൈവലോട് എന്തിനാ നമ്മൾ ഇത്രയും സാധനം മേടിക്കുന്ന സമയത്ത് നമുക്ക് ഇതും കൂടി ഒക്യുപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും. ആ ഒരു തോട്ടം ഒരു പെട്ടെന്ന് ഒരു മാനുവൽ ഒരാളെ കിട്ടാം. കാരണം ഇന്ന് ലേബർ ആണല്ലോ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് വരുന്നത്. ഇല്ലെങ്കിൽ പോലും നനയ്ക്കാന് നെസസിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ വന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷിയെ പാഷനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇടയ്ക്കൊന്ന് വന്ന് നോക്കാൻ ഫീൽ ചെയ്യാം. വന്ന് നമ്മുടെ സ്വന്തം തോട്ടം ഒന്ന് വന്ന് നോക്കി പോകുമ്പോൾ അവർക്കതൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യില്ല. അതാണ് പല സ്ഥലത്തും ഇപ്പൊ നമ്മൾ എടുത്തെടുത്തുള്ള കുറെ തോട്ടങ്ങൾ അത് ഇംപ്ലിമെന്റേഷൻ വന്ന് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ആ മെയിന്റനൻസ് എന്ന് പറഞ്ഞ സംഭവം ഇനിയുള്ള കാലത്ത് ഇല്ല. സർ, ഇപ്പൊ റീസെന്റ് ആയി നടത്തിയ ഡീലുകളിൽ ഇപ്പൊ ക്ലയന്റ്സിന്റെ റിക്വയർമെന്റിന് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടികളായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു അവരുടെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്? പൊതുവെ ക്ലയന്റ്സ് വരുമ്പോൾ കുറെ കാറ്റഗറീസ് ഉണ്ട്. ചിലർ വന്നിട്ട് പറയും എനിക്ക് പേഴ്സണൽ ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഫാം ഹൗസ് മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ചിലർ വന്നിട്ട് അത് എനിക്കൊരു കമേഴ്ഷ്യൽ സ്പേസ് വേണം, കമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യണം, അങ്ങനെ ബിഗ് ആയിട്ട്. കാരണം മേ ബി അതൊരു 25, 50, 100 ഏക്കറയിൽ വന്നിട്ട് ഒരു ഫാം ലാൻഡും അതൊക്കെ എടുത്ത് ഒരു കമേഴ്ഷ്യൽ പർപ്പസിന് ചോദിക്കാവുന്ന രീതിയിലും ചോദിക്കും. ചിലർ പറയുമ്പോൾ എനിക്ക് ചെറിയ റിസോർട്ടൊക്കെ കെട്ടി ഒരു ഹോം സ്റ്റേ ഒക്കെ കൊടുക്കാവുന്ന രീതിയിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ തന്നെയാണ് ഇത്. ഒരു ആൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് കമേഴ്ഷ്യൽ എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. വലിയ പ്രോപ്പർട്ടീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ അത് പാലക്കാടിലും കേരളത്തിലെ പല ജില്ലകളിലും അങ്ങനെയുള്ള കുറെ പ്രോപ്പർട്ടീസും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം അതൊരു ഡിഫറെന്റ് ആണ്. ഓരോ കസ്റ്റമർക്ക് ഓരോ ആംഗിളാണ്. അപ്പൊ അവരത് ചോദിച്ച് അവരുടെ ബഡ്ജറ്റ് മനസ്സിലാക്കി അവരെങ്ങനെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് സ്ഥലങ്ങളും ലൊക്കേഷൻസും എല്ലാം ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനൊരു ഡിസിഷൻ എടുത്ത് കൊടുക്കാനും അല്ലെങ്കിൽ അതിന് റെക്കമെൻഡ് ചെയ്യാനും നമുക്ക് പറ്റത്തുള്ളൂ. സർ, ഒരു അഗ്രി ലാൻഡ് വാങ്ങിയിട്ട് നമുക്ക് അതിനെങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. കാരണം എന്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിന്റെ ഇടയിൽ പല ക്ലയന്റും വന്നിട്ട് അവര് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലാൻഡ് ചിന്തിച്ചു വരും. അപ്പൊ നമ്മളിപ്പോ ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ ഇതൊക്കെ നമ്മളൊരു മനസ്സിൽ കരുതിയിട്ട് പോകും. പക്ഷെ അങ്ങനെ കിട്ടിക്കോളണമെന്നില്ല, ചിലപ്പോൾ നമ്മളത് സാക്രിഫൈസ് ചെയ്യാം. പക്ഷെ ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലാൻഡ് കിട്ടിയാൽ അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊരു നോക്കുകയാണെങ്കിൽ ആ കൂടി കുറച്ച് തെങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പാഷനായിരുന്നു ഇതിനകത്ത് ഇത്രയും ഫ്രൂട്ട്സ് ട്രീസും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് സാധനങ്ങൾ ചെയ്യണം എന്ന് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു കുറെ കസ്റ്റമേഴ്സ് പറഞ്ഞാൽ എനിക്ക് വിത്ത് ഒരു ചെറിയ വീടോട് കൂടിയിട്ട് ഒരു ചെറിയൊരു ഫാം ഹൗസ് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കാറുമുണ്ട് ഇതുപോലെ. കാരണം ഒരു ചെറിയ ലാൻഡ് എടുത്ത് അവർക്ക് വേണ്ട റിക്വയർമെന്റ് ഒരു എല്ലാം ഇപ്പൊ എല്ലാ ട്രീസൊക്കെ ഏകദേശം ഒരു 3 വർഷം 4 വർഷം കൊണ്ടെല്ലാം ഫ്രൂട്ട്സ് ആയി തുടങ്ങുന്നതാണ്.
വീട് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വീടോട് കൂടി എടുക്കുന്ന ഒരു പ്രോപ്പർട്ടിക്ക് ചിലപ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ആ വീട്ടിൽ നമ്മൾ പല കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ വീട് നമ്മളെടുത്ത് ഒരു ഫാം ഹൗസ് പോലെ സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഡ്രീം പോലെ സാധനം സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അതൊരു ഒരു സുഖം വേറെ തന്നെയാണ്. കാരണം അതങ്ങനെ ചെയ്ത് നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പോൾ കസ്റ്റമർക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അവർ ഇങ്ങനെ വേണം, ഇങ്ങനെ ഡിസൈൻ ചെയ്തൂടെ, നമുക്ക് ഇന്ന പ്ലാന്റുകൾ ഇവിടെ വെച്ചൂടെ, ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് എന്താ മാക്സിമം ഒരുപാട് ഉള്ളതില്ലാത്തത് ചെറിയ റോഡ്ലാൻഡ്സും കുറച്ച് തെങ്ങും ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. ഇതെല്ലാം ഫുള്ളി റെഡിമെയ്ഡ് ആയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഇതെല്ലാം ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമുക്കും അതൊരു ആക്ടിവിറ്റിയും നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പോകുമ്പോൾ നമുക്ക് അതിനൊരു ഫീല് വേറെയാണ്. നമ്മൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, നമ്മളൊരു മാവ് വെച്ച് ഒരു 4 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് ആ മാവ് നിന്നും മാങ്ങ പറിച്ച് നമ്മൾ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ അത് ചെയ്ത പോലെ ഉണ്ടാവും. അതിന് ഫുൾ സപ്പോർട്ട് നമ്മുടെ ഇവിടുന്ന് ടീമിന് ചെയ്യാനും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് ഇല്ലെങ്കിൽ അതിനെ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട്, കാരണം കുറെ കാലമായിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ലൊക്കേഷൻ ഞാനൊരു ക്ലയന്റിനെ എടുത്തു കൊടുത്ത് അങ്ങേരെ ഡ്രീം പ്രകാരം അങ്ങേരെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ തോട്ടത്തിനകത്ത് ഒരു ഏർമാടം പോലെ ചെയ്ത് ഈവനിങ്ങോ അല്ലെങ്കിൽ വീക്കെൻഡിലോ വന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഏർമാടം കൂടിയാണ് ഇത്. അതിനൊരു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഒരു വാട്ടർ ഫ്രണ്ടേജും കൂടി ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി ബ്യൂട്ടി ആയിട്ട് ഇത് കാണിക്കാനും പറ്റും. നല്ലൊരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കേരളത്തില് അല്ലെങ്കിൽ ഒരു തമിഴ്നാടിന്റെ ഒരു ബോർഡറിൽ ഇങ്ങനെ സ്ഥലത്ത് വന്നിരിക്കുന്നത്, പുറത്തെവിടെ പോയിരിക്കുന്ന ഒരു ഫീലും കൂടി കിട്ടും ഇതിനകത്ത് വന്നിരുന്ന. അത് ഇവിടെ വന്നിരുന്ന് ഇത് കണ്ടു പോകുമ്പോൾ നമുക്ക് അതിന്റെ ഫീൽ അറിയാൻ പറ്റത്തുള്ളൂ എന്താണ്. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറിന്റെ ആഗ്രഹം എന്താണ്, അവരുടെ മനസ്സിലുള്ള ഇതൊരു പിക്ചർ വെച്ചിട്ട് അതിനനുസരിച്ച് പലർക്കും ഡിസൈൻ ചെയ്ത് സമയം എടുത്ത് നമ്മൾ പല കാര്യങ്ങളും വർക്കൗട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു പാഷൻ തന്നെയാണ്. സർ, അഗ്രിലാൻഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓവറോൾ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓവറോൾ പറയുകയാണെങ്കിൽ ഞാനൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1-2 കസ്റ്റമേഴ്സ് വന്നു. അവരെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഇതിന്റെ ബൗണ്ടറീസ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളതുപോലെ മതിലോ അങ്ങനെ ഒരു കോമ്പൗണ്ടിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് മെഷർ ചെയ്ത് അതിനെ ഫെൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ പറ്റുന്ന പറഞ്ഞാൽ നെയ്ബർ ലാൻഡ്സ് ഒക്കെ ആയിട്ട് ഇഷ്യൂസ് വരും. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തോട്ടം ഇപ്പോൾ റീസെന്റ് എടുത്തത് പറഞ്ഞാൽ 2 പേരും കൂടി വന്നു. ആക്ച്വലി എടുക്കാൻ വന്ന ആളായിരുന്നു. ഒരു പർച്ചേസിനുള്ള ഒരാൾ വന്നപ്പോൾ അങ്ങനെ ഫ്രണ്ടും കൂടി വന്നപ്പോൾ എനിക്കും കൂടി താല്പര്യമുണ്ട് എടുക്കാൻ വന്നപ്പോൾ ഏരിയ ഉണ്ടായിരുന്നു. അവരത് 2 പേരും കൂടെ ചേർന്ന് ഫണ്ട് ചെയ്തിട്ട് ഒരുമിച്ച് എടുത്തു. ആ ഫണ്ട് ചെയ്യുമ്പോഴും ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതൊരു ക്ലാരിറ്റി ആയിട്ട് തോന്നിയ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവര് അതിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അത് പാർട്ടിഷൻ ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാരണം റൈറ്റ് സൈഡ് ഇന്ന ആൾക്കും ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ഒരാൾക്കും, അല്ലെങ്കിൽ അതിനിങ്ങനെ ഫെൻസ് ചെയ്ത് വെച്ചിട്ട്. കാരണം ഈ ഫാം ലാൻഡ് വാങ്ങിച്ചാൽ ചിലപ്പോൾ ഇവര് വാങ്ങിച്ചിട്ടും അടുത്ത ജനറേഷന് പാസ് ഓൺ ചെയ്യുമ്പോൾ അതൊരു ഉണ്ടാകാൻ പറ്റില്ല. റീസൺ ഇപ്പൊ ഇതും അതേപോലെ തന്നെയായിരുന്നു. ഒരു റീസൺ കുറച്ചപ്പുറത്ത് ഒരു ലാൻഡ് വാങ്ങിച്ച അങ്ങേരും ഞാൻ ചോദിച്ചു, 27 വർഷത്തെ പാർട്ണർഷിപ്പാണ് അവർ തമ്മിൽ. 1-2 വർഷമല്ല, അതൊരു 3 വർഷം മുമ്പ്. ഇപ്പൊ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ 30 വർഷമായിട്ടാണ്. 27 വർഷത്തെ പാർട്ണർഷിപ്പിലും അവരെടുക്കുമ്പോൾ പോലും അതിന് സ്കെച്ച് ചെയ്ത് കറക്റ്റ് മെഷർ ചെയ്ത് 2 പോർഷനായിട്ട് 27 വർഷത്തെ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ബോണ്ട് ഉണ്ടാകുന്ന ആലോചിക്കുക. പല ബിസിനസ്സിൽ പാർട്ണർഷിപ്പുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് അവർ കറക്റ്റായിട്ട് അത് ചെയ്ത് കറക്റ്റ് പോയി ഡിസിഷൻ എടുത്ത് കറക്റ്റായിട്ട് അതിന് ഫ്രെയിം ചെയ്തിട്ട് അവർ കറക്റ്റ് സ്കെച്ച് ചെയ്തിട്ടാണ് 2 പോർഷനായിട്ട് രജിസ്റ്റർ ചെയ്തത്. ഫ്യൂച്ചറിലേക്ക് ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. കാരണം ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ എക്സ്പീരിയൻസ്, ക്ലയന്റ് വരുമ്പോൾ ക്ലയന്റിന്റെ എക്സ്പീരിയൻസും അവരുടെ ബിസിനസ് എക്സ്പീരിയൻസും ആകുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി അത് ഓരോ റീസൺ ആയിട്ട് കിട്ടി നമ്മൾ അതിലൊരു ഇത് കണ്ടെത്താറുണ്ട്. ഫാം ലാൻഡുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആകും എന്ന് ഞാൻ കരുതുന്നു. ഇതേപോലെ നെക്സ്റ്റ് ഒരു ഡെവലപ്മെന്റ് ഏരിയയും പുതിയ ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം.